രക്ഷസിന് ഇപ്പം നമ്മൾ പിതൃക്കൾക്ക് പിതൃനമസ്കാരവും തിലഹവനവും ഒക്കെ ചെയ്യുന്നു, ബലി ഇടുന്നു. അതുപോലെ മോക്ഷം കിട്ടാതെയുള്ള ആത്മാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നമ്മൾ രക്ഷസായിട്ടാണ് കാണുക. ആ രക്ഷസിന്, ബ്രാഹ്മണത്വമുള്ള രക്ഷസിന്, പിതൃലോകം പോകാതെ ഇരിക്കുന്ന മരണപ്പെട്ട ആത്മാക്കൾക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് ചെയ്യുന്ന പൂജയാണ് അവർ ബ്രഹ്മരക്ഷസ് എന്നാണ് പറയുന്നത്. വന്നീ സങ്കേതത്തിൽ സംരക്ഷയേകിടും ബ്രഹ്മരക്ഷസേ ഞാൻ കൈതൊഴുന്നേ. മൂലമന്ത്രം ചൊല്ലി പൂജകളെ കിടാം, മൂലം മറക്കാതെ ഇന്നീ ഞങ്ങൾ നന്ദനോദ്യാനമായി തീർക്കൂകി കാടകം. നന്ദിനി നന്ദനന്മാർക്കു പാർക്കാൻ നന്ദി ചൊല്ലിടുവാൻ വാക്കുകളില്ലിനി. നന്ദിനി ബ്രഹ്മമേ നാവിൽ വാഴ്ക. സ്വാഗതം രക്ഷക, സ്വാഗതം രക്ഷക, വൃന്ദാവനത്തിലേക്കിന്നു പോരൂ. ചന്ദന ശീതള തൈലം പുരട്ടിടാം, ബന്ധനമെല്ലാം അകറ്റി വാഴാം. പാലു കുറുക്കിയ പായസം നൽകിടാം, പാതകമെല്ലാം പൊറുത്തിടേണം. ദേവതാ വൃന്ദങ്ങൾ ശ്രീ ചൊരിഞ്ഞിടുവാൻ വേണം തുണയായിട്ടങ്ങുകൂടി. മാലകറ്റിടുവാൻ മാനം കാത്തിടുവാൻ മാണിക്യ ദീപമായി ശ്രീ ചൊരിയൂ. തന്തനം പാടിടാം, തന്ത്രികൾ മീട്ടിടാം, മന്ത്രതന്ത്രത്താലുണർച്ചേകാം. പാലു കുറുക്കിയ പായസം നൽകിടാം, പാതകമെല്ലാം പൊറുത്തിടേണേ. വീടുകളിൽ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ രക്ഷസുണ്ട്. അപ്പോൾ ഏതെങ്കിലും രക്ഷസിൻ്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ രക്ഷസിനെ, ബ്രഹ്മരക്ഷസിനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് സന്ധ്യാനാമങ്ങൾ ചെല്ലുന്ന കൂട്ടത്തിൽ രക്ഷസിൻ്റെ ഈ നാമം കൂടി ചെല്ലുന്നത് വളരെ ഉത്തമം തന്നെയാണ്. പൂർവികർക്ക് എല്ലാവർക്കും മോക്ഷം കിട്ടുന്നത് പോലെ രക്ഷസിന് അവർക്ക് അവരുടെ ബ്രഹ്മരക്ഷസായി നിന്നുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരാൻ കഴിയും. അവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്.